നമസ്കാരം സാറേ, നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഞാൻ അതിനനുസരിച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ലേ ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അയച്ചു തരുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇത് പ്രസന്റ് ചെയ്തിട്ട് അയച്ചു തരാം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ, അതേപോലെ ഫസ്റ്റ് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് സാറ് പറഞ്ഞ പോലെ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ബെഡ്റൂമിലുള്ള ബാത്റൂമിലോട്ട് യൂണിറ്റ് മാറ്റി ഇവിടുന്ന് സപ്ലൈ പോകുന്നു. ആദ്യം ഒരു പ്ലീനം ബോക്സിൽ പോകുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ പോകുന്നു. ഇവിടുന്ന് നേരെ ഈ ബെഡ്റൂമിലോട്ട് സപ്ലൈ ഉണ്ട്. ഇവിടുന്ന് ഈ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് സപ്ലൈ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മെയിൻ ബ്രാഞ്ച് പോകുന്നത് ഡൈനിങ് ഏരിയ വഴി പോകുന്നുണ്ട്, ഫോർമൽ ലിവിങ് റൂം, അതേപോലെ തന്നെ ഫാമിലി ലിവിങ് റൂം. അപ്പം ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് ഇരിക്കുന്ന ഡക്റ്റിന്റെ പ്ലാൻ. ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിയുമ്പം ഇതേപോലെ നമ്മുടെ ബാത്റൂമിനകത്ത് വരുന്നു ഇൻഡോർ യൂണിറ്റ്, ടാപ്പറ്, ക്ലീനം ബോക്സ്. ഇവിടെ നിന്ന് ഒരു സപ്ലൈ ഈ ലിവിങ് റൂമിലോട്ട് പോകുന്നു. അതേപോലെ ഇവിടുന്നൊരു ബ്രാഞ്ച്, ക്ലീനത്തിൽ ഇരുന്നൊരു ബ്രാഞ്ച് നമ്മുടെ ഗസ്റ്റ് റൂമിലോട്ട് പോകുന്നു. ഈ ബെഡ്റൂമിലോട്ടും ഇവിടുന്ന് സപ്ലൈ പോകുന്നു. ഇവിടെയും 1, 2, 3 ഈ ഡാമ്പർ ഉണ്ട്. അപ്പം ഈ ഡാമ്പർ മോട്ടറൈസ്ഡ് ഡാമ്പറാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൺട്രോൾ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് സപ്ലൈ വരും, ഓഫ് ചെയ്താൽ ഇങ്ങോട്ട് സപ്ലൈ വരത്തില്ല. ഇത് ഓൺ ചെയ്താൽ ഇങ്ങോട്ട് സപ്ലൈ വരും, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് സപ്ലൈ പോകത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഗസ്റ്റ് റൂമിലോട്ട് പോകുന്ന സപ്ലൈയും നമുക്ക് ഓണും ഓഫും ആക്കാൻ പറ്റും. ഇതിനകത്ത് എന്താണ് നമുക്ക് ഈ ഡൊമസ്റ്റിക് യൂസിനകത്ത് വരുമ്പോൾ ഉള്ള ഒരു ചലഞ്ച് എന്നാന്ന് പറഞ്ഞാൽ ഇതാണ്, എല്ലാം വെവ്വേറെ ഹൈറ്റാണ്. ഈ സപ്ലൈ ബോക്സിനകത്തിരുന്ന്, ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിനകത്തിരുന്ന് 2 ബെഡ്റൂമിലോട്ട് പോകുന്നത് ക്ലീനം ബോക്സിന്റെ ഹൈറ്റ് താഴെയാണ്. ഇത് താഴെ ബെഡ്റൂമിനകത്തിരുന്ന് നമുക്ക് താഴെയും, അതേപോലെ നമ്മുടെ ബാക്കിയുള്ള ഡൈനിങ് ഏരിയയും ലിവിങ് റൂമിലോട്ടും പോകുന്നത് ഡക്ട് മേളിലോട്ട് വരും. ഓക്കെ, അപ്പം ഇവിടെ 4 സപ്ലൈ, 1, 2, 3, 4 സപ്ലൈ. ഇത് ഫോർമൽ ലിവിങ് റൂം. ഡൈനിങ് ഏരിയയിലോട്ട് വന്നു കഴിയുമ്പോൾ ഡൈനിങ് ഏരിയയിൽ 1, 2, 3, 4 സപ്ലൈ. അതേപോലെ നമ്മുടെ ഫോർമൽ ലിവിങ് റൂമിലോട്ട് വരുമ്പോഴും 2 സപ്ലൈ, 2 റിട്ടേൺ. അപ്പം ഈ ഫോൾ സീലിങ്ങിന്റെ താഴെ ഇരുന്ന് നമ്മൾ നോക്കുമ്പം ഈ ലിവിങ് റൂമിനകത്ത് ഇതാണ് വ്യൂ. അപ്പം ഇവിടുന്ന് സപ്ലൈ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള റിട്ടേൺ പോകുന്നത് ഇതുണ്ടോ, റിട്ടേൺ പോകുന്നത് ഡമ്മി ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ 2 ഡിഫ്യൂസറും കൂടെ വെക്കും. എന്നിട്ട് ഈ എയറും അതേപോലെ തന്നെ ഈ സീലിങ്ങിന്റെ ഈ ഓപ്പണിങ് വഴിയും അത് ഇതിലൂടെ കയറി ഈ മെഷീന് റിട്ടേൺ ആയിട്ട് വരും. അതായത് ഈ ഫോൾ സീലിംഗ് തന്നെ റിട്ടേൺ ഡക്റ്റായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുക. മനസ്സിലായോ? ഫോൾ സീലിംഗ് തന്നെ നമുക്കിവിടെ സപ്ലൈ ഡിഫ്യൂസർ അല്ലാതെ ഒരു 2 ഡിഫ്യൂസർ ഇവിടെയും വരും. 2 ഡിഫ്യൂസർ അവിടെ പ്ലേസ് ചെയ്യാം. അവിടെ ഓപ്പൺ അല്ലെങ്കിൽ ഈ ഡൈനിങ്ങിന്റെ മേളിൽ 2 ഡിഫ്യൂസർ ഇവിടെ വരും. ഇത് 3 എണ്ണം അല്ല, ഇത് റോ വന്നിട്ട് 4 റോ ആവും.
അപ്പം ഈ സീലിംഗ് തന്നെ റിട്ടേൺ ഡക്ട് പോലെ പ്രവർത്തിക്കും. ഈ ഏരിയ വഴി റിട്ടേൺ എയർ എടുക്കും, അത് മെഷീനിലോട്ട് ഈ പറഞ്ഞ പോലെ എടുക്കും. പിന്നെ നമ്മൾ ഈ റിട്ടേൺ എയർ കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ബെഡ്റൂമിനകത്ത് ഇത് റിട്ടേൺ, ഇത് സപ്ലൈ. ഇതുവഴി തണുത്ത കാറ്റ് വരുന്നു, ഇതുവഴി ചൂട് കാറ്റ് മെഷീൻ വലിക്കുന്നു. പിന്നെ ഫ്രഷ് എയറിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രഷ് എയറിന് ചെറിയ ഡാമ്പർ വരും, അതുവഴി പുറത്തിരുന്ന് ഫ്രഷ് എയർ എടുക്കും. അപ്പം എന്നാൽ മാത്രമേ ആ ഓക്സിജൻ ലെവൽ അതിനകത്ത് കിട്ടത്തുള്ളൂ. അതേപോലെ ഈ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഇത് റിട്ടേൺ, ഇത് സപ്ലൈ. അപ്പം ഇത് ഓരോന്നും ഓരോ ഹൈറ്റിലാണ്. മെഷീൻ ഒരു ഹൈറ്റിലാണ്, പ്ലീനം ബോക്സ് വേറൊരു ഹൈറ്റിലാണ്, ഈ മെയിൻ ബ്രാഞ്ച് വേറൊരു ഹൈറ്റിലാണ്, ഈ ബ്രാഞ്ച് ഡക്ട് വേറെ ഹൈറ്റിലാണ്. അപ്പം അതാണ് ഈ വീണ്ടും വീണ്ടും നമ്മൾ ഈ വോളിന്റെ ഓപ്പണിംഗ് വരുമ്പം ഇത് സീലിങ്ങിന്റെ താഴെ, ഇത് സീലിങ്ങിന്റെ. അപ്പൊ ഈ സൈഡിൽ ഇത് എത്ര, ഒരു സാറിന്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നല്ലോ, ഇത് 10 അടി സീലിങ്ങിന്റെ ഹൈറ്റിൽ. ഞാനത് ലേഔട്ടിൽ കാണിച്ചു തരാം. അതല്ലാതെ ഇപ്പം ജസ്റ്റ് ഒന്ന് മെഷർമെന്റ് കാണിച്ചു തരാം. ഇത് നമുക്ക് 30 സെന്റിമീറ്റർ 9 അടിയാണ് ശരിക്കും. 9 ഫീറ്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു 5 സെന്റിമീറ്ററും കൂടെ കിട്ടും. എന്തായാലും 30 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഇപ്പോഴത്തെ ഹൈറ്റ്. കാരണം ഈ റിട്ടേണറും ഇതിനും എല്ലാം നോക്കണം. സപ്ലൈ മാത്രം പോരാ, നമുക്ക് റിട്ടേൺ വേണം. അപ്പം ഈ ഇവിടെ നമുക്ക് 20 സെന്റിമീറ്ററേ ഉള്ളൂ. ഇവിടെ ഒരു ബെൽറ്റ് പോകുന്നുണ്ട് 20 സെന്റിമീറ്റർ. അതിന് താഴെ നമുക്ക് ഡക്ട് തുടങ്ങാൻ പറ്റും, മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി പൈപ്പിങ്ങും കാര്യങ്ങളും കൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ലിക്വിഡ് സെക്ഷന്, ഡ്രെയിന്, അതേപോലെ തന്നെ ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്ന പവർ കോഡാണ്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു സോളിഡായിട്ട് വരച്ചിരിക്കുന്നുള്ളൂ, ഇത്രയും കനമൊന്നും കാണത്തില്ല. അപ്പം അത് സെക്ഷനും റിട്ടേണും നേരെ ഔട്ട്ഡോർ യൂണിറ്റ് വരുന്നു. ഈ പ്ലാറ്റ്ഫോം ഒരെണ്ണം അവിടെ നമ്മൾ GI ഷീറ്റിൽ GI പൈപ്പിൽ ചെയ്യണം. മിഷന്റെ ഔട്ട്ഡോർ യൂണിറ്റ് 145 സെന്റിമീറ്റർ 145 കിലോയും ഇൻഡോറിന് 90 കിലോയോളം വെയിറ്റും വരും. ഇൻഡോറിന്റെ യൂണിറ്റിന് 90 കിലോയോളം വെയിറ്റ് വരും. ഇൻഡോർ യൂണിറ്റും പ്ലീനം ബോക്സും സീലിംഗ് ഹൈറ്റ്. ബാത്റൂമിനകത്ത് വരുന്ന ഇത് വരുമ്പോൾ ബാത്റൂമിനകത്തുള്ള ഹൈറ്റ് ട്രൈ ചെയ്യാം. സെന്റിമീറ്റർ 270 സെന്റിമീറ്റേഴ്സ്. 7 അടിക്ക് മേളിൽ വരും, 7 ഫീറ്റിന് മേളിൽ വരും. ബെഡ്റൂമിനകത്തെല്ലാം നമുക്ക് 320. ഇത് നമുക്ക് ഈ ഡക്ട് ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു കഴിയുമ്പം ഈ ഡക്ട് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡക്ട് മേളിൽ കൂടെ കൊണ്ടുപോയിരിക്കുന്നത്. താഴെ ഇങ്ങനെ ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഡിഫ്യൂസർ അല്ല, ഇവിടെ വരുമ്പോൾ ഗ്രില്ലാണ് ടൈപ്പ്. ഈ ഭാഗത്തോടെ സപ്ലൈ വരും, ഈ ഭാഗത്തോടെ റിട്ടേൺ വരും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കോപ്പർ പൈപ്പ്, അതേപോലെ തന്നെ ഡ്രെയിനേജ് ആണ് ബ്ലൂ ഷെയ്ഡ്. ഇതിലിരുന്ന് നേരെ സപ്ലൈ ഇൻഡോർ ടു ഔട്ട്ഡോർ കൊണ്ട് പോകുന്ന സപ്ലൈ ആണ് ഇത്. പവർ കോഡ്, പവർ കേബിള്, ഇത് നമ്മുടെ 3 ഫേസ് കണക്ഷൻ. ഐസൊലേറ്ററിലോട്ട് ഇവിടം വരെ ഇവിടെ ഇങ്ങനെ ഒരു ഐസൊലേറ്റർ, ഇവിടെ ഒരു പവർ പോയിന്റ് കൊണ്ട് നമുക്ക് വെച്ച് തരണം. അതിലോട്ട് നമ്മൾ ഇതിൻ്റെ പവർ കണക്ട് ചെയ്യും. ഈ ഐസൊലേറ്റർ കസ്റ്റമറിന്റെ ഇതിലാണ് വരുന്നത്. ഐസൊലേറ്റർ വരെ ഉള്ള കണക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഐസൊലേറ്റർ കൊടുക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുന്നു. ഫസ്റ്റ് ഫ്ലോറിലും ഇതേപോലെ
ഇത് 5.5 ടൺ ആണ് മെഷീന്. 5.5 ടണ്ണ് 5.5 ടണ്ണ്. ഇവിടെ വരുമ്പം വീണ്ടും നമുക്ക് മേളിൽ ബെൽറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സീലിങ്ങിന്റെ ഹൈറ്റ് മറ്റേതിനേക്കാളും കുറവായിരിക്കും. നമ്മൾ മാർജിൻ ഇത് 40 സെന്റിമീറ്റർ. ഇവിടെ വരുമ്പോൾ ലേഔട്ടിൽ വരും, എന്നാലും ഒരു വീഡിയോ ഇടുമ്പോൾ 57 സെന്റിമീറ്റർ, ഒരു 17 സെന്റിമീറ്ററും കൂടെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓപ്പണിംഗ് ആണ്, ഇവിടെ ഒരു ഓൾ ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പം ഇതിനകത്ത് ഓൾ ഓപ്പണിംഗ് പറയുവാണെങ്കിൽ 1, 2, 3, ഇവിടെ 4, 5, അത് കഴിഞ്ഞ് അകം വരുമ്പം 6, 7 ഓപ്പണിങ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരും. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വീണ്ടും വരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂമിന് ഇത് റിട്ടേൺ എയർ എടുക്കുന്നു. ഇവിടെ സപ്ലൈ പോകുന്നു. ഇവിടെ നമുക്ക് ആക്ടിവേറ്റർ 3 ആക്ടിവേറ്റർ ഉണ്ട്. മോട്ടറൈസ്ഡ് ആക്ടിവേറ്റർ ആണ്. 1, 2, 3 ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഇരുന്ന് നേരെ ഒരെണ്ണം ഡയറക്റ്റ് സപ്ലൈ. ഇതിനകത്ത് കൂടുതൽ ഡക്ട് വേണ്ട, കാരണം ഇതിലോട്ട് താഴെ നമുക്ക് യൂണിറ്റ് 8.8 ടൺ ഉണ്ട്, 8.5 ടൺ ഉണ്ട്, മേളിൽ 5.5 ടൺ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എഫിഷ്യൻസി നമുക്ക് കുറയ്ക്കാം. അതായത് ഒരു എയർ കണ്ടീഷണറിന്റെ 100% എഫിഷ്യൻസി ഇരുന്ന് നമുക്ക് അതിന്റെ എഫിഷ്യൻസി 50% ആക്കാനും പറ്റും. അപ്പം വീണ്ടും പവർ കൺസംഷൻ കുറയും. അതിന്റെ കാൽക്കുലേഷൻ എല്ലാം നമ്മൾ ആ കൊട്ടേഷനകത്ത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ഒരു ഫീസിബിലിറ്റി അതും കൂടെ കാണിച്ചു തരും. അപ്പം ഇവിടെ ഈ സപ്ലൈ ഉണ്ട്, ഈ ഗ്രില്ല് തന്നെ, ഈ ഗ്രില്ലിലൂടെ തന്നെ റിട്ടേൺ എടുക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഓപ്പണിംഗ് വന്നിട്ട് ഈ വോൾ ഓപ്പണിങ് ഫുൾ വോൾ ഓപ്പണിംഗ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ സാറിന് ഈ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഒരു ഡക്റ്റ് ഉണ്ടാവും മേളിൽ കൂടെ, സീലിങ്ങിന്റെ മേളിൽ കൂടെ പോകുന്നു. ഇതിപ്പോൾ താഴെ കൂടെ കൊണ്ടുപോയാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിങ്ങിന്റെ ഹൈറ്റ് അപ്പോൾ കുറയും, സൈഡിൽ ബൾക്ക് ഹെഡ് പോലെ ആവും. ഇത് വരുമ്പം സീലിങ്ങിന്റെ മേളിൽ കൂടെ, എന്നിട്ട് ഈ ബെഡ്റൂമിലോട്ട് വന്നു കഴിയുമ്പം രണ്ട് ഇത് റിട്ടേണിന് വേണ്ടിയുള്ള സാധനമാണ്. 2 റിട്ടേൺ. ഇത് വരുമ്പോൾ 2 സപ്ലൈ. ബെഡിന്റെ മേളിൽ തന്നെ സപ്ലൈ വരും. ഈ ഡിഫ്യൂസറിന് എന്താണ് അഡ്വാൻറ്റേജ്? 90 ഡിഗ്രി ത്രോ ആയിരിക്കും, നേരെ സീലിങ്ങിലോട്ടാണ് ഇത് പടരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ റൂമിനകത്ത് നല്ല ചില്ലിങ്ങും കാണും. എന്നാൽ ആ തണുപ്പ് കസ്റ്റമറിന്റെ ശരീരത്തിൽ നേരെ കൊള്ളാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടയർഡ്നെസ് കസ്റ്റമറിന് ഫീൽ ചെയ്യത്തില്ല. അപ്പം എപ്പോഴും ഡിഫ്യൂസർ ഒരു മെയിൻ സാധനമാണ്. പക്ഷെ ഡിഫ്യൂസറിന്റെ ചലഞ്ചിങ് പോയിന്റ് ഇതിന്റെ പ്ലേസ്മെന്റ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗം. എന്നിട്ട് ഇതിന്റെ വയറിങ് വന്നിട്ട് നേരെ ഇവിടുന്ന് ഈ ഔട്ട്ഡോർ യൂണിറ്റ് കൂടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പൈപ്പിങ് സെക്ഷന്, ലിക്വിഡ്, ഇൻഡോർ ടു ഔട്ട്ഡോർ പവർ കോഡ്, മെഷീനിൽ ഇരുന്ന് ഐസൊലേറ്ററിലോട്ട് പോകുന്ന പവർ കോഡ്, അതേപോലെ തന്നെ ഡ്രെയിനേജ് പൈപ്പ്. ഓക്കെ സാറേ, ഇതിന്റെ ലേഔട്ടിനകത്ത് ഞാൻ ഇതിന്റെ മെഷർമെന്റ് ഏകദേശം ഓരോന്നിൻ്റെയൊക്കെ മെഷർമെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലേഔട്ട് കറക്റ്റായിട്ട് തരികയും അവിടെ മാർക്ക് ചെയ്ത് തരികയും ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ്, ഇത് വർക്കിങ്സ് ഞാൻ ജസ്റ്റ് സാറിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സമയം കൂടുതൽ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് വ്യത്യാസവും കാരണം, ഒരു ഡിഫ്യൂസറും ഗ്രില്ലും വരുന്ന കാരണം 2-3 പ്രാവശ്യം ഈ പ്ലാനിനകത്ത് മാറ്റം വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഓട്ടോക്കാറിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മൾ ഈ ഹൈറ്റ് പ്രശ്നത്തിന് കാരണവും ഓപ്പണിങ്ങിന്റെ പ്രശ്നമൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത് സ്കെച്ചപ്പിൽ നമ്മൾ ഡ്രോയിങ് എടുത്തത്. ഇതാണ് മെഷീന്. ഫിക്സഡ് സ്പീഡ് 5.5 ടൺ വരുമ്പം 1.21, അതേപോലെ 8.5 ടൺ 1.78. മെഷീന്റെ ഇൻസ്റ്റോളേഷനിൽ ഇതെല്ലാം ഇരിക്കുന്നത് സ്പ്രിംഗ് ഹാങ്കറിലാണ്, ഒരു സ്പ്രിങ്ങിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈബ്രേഷനോ ആ പ്രശ്നമോ സൗണ്ടോ ഒന്നും വരത്തില്ല. അതേപോലെ തന്നെ മെഷീന്റെ കമ്മീഷനിങ്, GI ഡക്ട് ഷീറ്റ്, ത്രെഡ് റാഡിലാണ് നിൽക്കുന്നത്. ഇത് ഇൻസുലേഷൻ വരുമ്പം, ഇൻസുലേഷൻ ഇത് സാറിന്
ഇതാണ് നൈട്രൽ റബ്ബർ, മുകളിൽ സ്വെറ്റിങ് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ അക്വസ്റ്റിക് ഇൻസ്റ്റലേഷൻ, മറ്റേ എയറിൻ്റെ ശബ്ദം വരാതിരിക്കാൻ വേണ്ടി അക്വസ്റ്റിക്, പിന്നെ കോപ്പർ പൈപ്പിങ്, ഗ്രില്ല്, ഡിഫ്യൂസർ, ഇതെല്ലാം ടോട്ടൽ വരുമ്പം ഇത് ഓരോന്നും ഓരോ ഭാഗമാണ് സാറേ. കേബിളിങ്, ഗ്രില്ല്, കേബിളിങ്, ഡ്രെയിനേജ്, കോപ്പർ പൈപ്പിങ്, ഗ്രില്ല്, ടോട്ടൽ വരുന്നത് ഏതാണ്ട് 6,02,000. ഇതൊരു ഒന്നുകൂടെ കറക്ഷൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ 6 ലക്ഷം എന്നുള്ള ആ പ്രൈസിനകത്ത് വരും. 6 lakhs എന്നുള്ള രീതിയിൽ സാർക്ക് കൺസിഡർ ചെയ്യാം. 6 lakhs. ഓക്കെ സാറേ, ഞാൻ എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് സോഫ്റ്റ് കോപ്പി ആയിട്ട് അയച്ചുതരാം. ഓക്കെ, താങ്ക് യു.